إن الحمد لله خالق السماوات والأرض وجاعل الظلمات والنور وفالق الحب والنوى اللهم صل وسلم وبارك على محمد وآله وصحبه أجمعين أما بعد. ബഹുമാന്യനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ്, ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഹസ്രത്ത് മൗലാന സയ്യിദ് അഹമ്മദ് വലി ഫൈസൽ റഹ്മാനി സാഹിബ്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ഇത്തരമൊരു സമ്മേളനത്തിൽ പ്രതിപാദിക്കേണ്ടുന്ന മിക്ക വിഷയങ്ങളും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും വന്നു കഴിഞ്ഞു. എൻ്റെ പിന്നിലാകട്ടെ പ്രബോധനത്തിൻ്റെ കൂടെ സഞ്ചരിച്ച, പ്രബോധനത്തെ ആത്മാവിൽ സ്വാംശീകരിച്ച ഒരു വലിയ നിര തന്നെയുണ്ട്. അവരാണ് ഇന്ന് സംസാരിക്കേണ്ടത്. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊക്കെ അറിവുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, 75-ാം വാർഷികം എന്ന പേരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ നേതാക്കളും അണിയറ ശില്പികളുമായ ആളുകൾക്ക് പ്രബോധനത്തിൻ്റെ പ്രതിജ്ഞയും പ്രതിബദ്ധതയും ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ ഈ ആഘോഷ പരിപാടി സഹായകമാകും. പ്രബോധനത്തിന് മറ്റൊരു പത്രത്തിനുമില്ലാത്ത ഒരു ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം പ്രബോധനത്തിൻ്റെ വാഹകർ, അവർ പ്രബോധനത്തിൻ്റെ പ്രണേതാക്കളാണ്, സ്നേഹിക്കുന്നവരാണ്, പ്രണയിക്കുന്നവരാണ്. അവരിതിൻ്റെ വാഹകർ കൂടിയാണ് എന്നുള്ളതാണ്. ടി കെ അബ്ദുള്ള സാഹിബിൻ്റെ സഹോദരൻ ടി കെ കുഞ്ഞഹ്മദാജി, അദ്ദേഹം എടയൂരിൽ വന്ന് പത്രം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവിടെ വന്ന് താമസിച്ച് പത്രം അവിടുന്ന് രാത്രി വായിച്ച് പിറ്റേ ദിവസം കെട്ടാക്കി അത് ഉത്തരദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിരുന്നു. എടയൂര് മുതൽ വളപട്ടണം വരെ സൈക്കിൾ ചവിട്ടി നടന്നിരുന്ന താജുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു. തെക്കേ മലബാറിലേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്തിട്ടുള്ള സാധാരണക്കാരായ പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ ആ തലമുറ അസ്തമിച്ചു പോയിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയും കഴിഞ്ഞ വ്യാഴാഴ്ചയും ഈ പത്രത്തിൻ്റെ വാഹകരായ പലരെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്രത്തിൻ്റെ കെട്ട്, പ്രബോധനത്തിൻ്റെ കെട്ട് കിട്ടിയത് മുതൽ അതൊരു സഞ്ചിയിലാക്കി വീട് വീടാന്തരം കയറിയിറങ്ങി താല്പര്യത്തോടുകൂടി ഒരു ദീനീ ബാധ്യത എന്ന് നിലയ്ക്ക് വിതരണം ചെയ്യുന്ന വിതരണക്കാർ, വാഹകരുണ്ട്.
അവരുടെ ആത്മവിശ്വാസത്തെയും പ്രതിബദ്ധതയെയും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ ഈ 75-ാം വാർഷികം സഹായിക്കും. അതുപോലെ വായിക്കുന്ന ആളുകളുണ്ട്, വായനക്കാർ. വായന മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എല്ലാ വർഷവും ഡൽഹിയിൽ പ്രഗതി മൈതാനിയിൽ ഒരു വലിയ ബുക്ക് ഫെയർ നടക്കാറുണ്ട്. കൗതുകത്തിന് അതിനെ ധാരാളം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ആളുകൾ പുസ്തകം വാങ്ങിക്കൂട്ടുന്നത് കാണാം. ഓരോ ബുക്ക് സ്റ്റാളിലും ആളുകൾ ചെന്ന് തപസ്സിരിക്കുന്നത് കാണാം. അതിലധികവും പുതിയ കുട്ടികളാണ്. എനിക്കുണ്ട് 2 പേരക്കുട്ടികൾ. അവരെത്രയാണ് വായിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അവരുടെ കയ്യിൽ ടാബുണ്ട്, അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, പക്ഷേ അവർ വായിക്കുകയാണ്. അവരുടെ ദാഹം തീർക്കാൻ പറ്റുന്ന മൂല്യങ്ങളുള്ള പുസ്തകം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖമേ ഉള്ളൂ. വായന മരിക്കുന്നില്ല. ഈ വായന തുടരുന്നുണ്ട്. ഈ വായനയും മടുത്തുകൊണ്ട് പുസ്തക വായനയിലേക്ക് വീണ്ടും തിരിയുന്നുണ്ട്. ആ വായനക്കാർ പ്രബോധനത്തിന്റെ വലിയ ശക്തിയാണ്. ആ വായനയെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കാനും അവരിൽ പുതിയ ഒരു ഉന്മേഷം നിറക്കാനും ഈ 75-ാം വാർഷികം സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രബോധനത്തിന്റെ അണിയറ ശില്പികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. വായനക്കാരിൽ ഒരു തൃഷ്ണ നിലനിർത്താൻ, ഈ കാലഘട്ടത്തിലും ഒരു ദാഹം, ഒരു കൊതി നിലനിർത്തുവാൻ അണിയറ ശില്പികൾക്കായിട്ടുണ്ട്. അവർ കഠിനമായി അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഓരോ ആഴ്ചയും ഇത് വായിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകുന്നത്. എനിക്ക് ഡൽഹിയിൽ പത്രം കിട്ടുന്നത്, പ്രബോധനം കിട്ടുന്നത് ഒരാഴ്ച കഴിഞ്ഞാണ്. പല മേറ്ററുകളിലും വായിച്ചു തീർന്നിട്ടുണ്ടാകും, അപ്പോഴാണ് കിട്ടുന്നത്. പക്ഷേ എന്നാലും പ്രബോധനം കയ്യിലെടുത്ത് അതിൻ്റെ റാപ്പർ പൊട്ടിച്ച് അത് തുറന്നു നോക്കി അതിലെ പേപ്പറിന്റെ ഗന്ധം ആസ്വദിച്ച് 1-ാം ക്ലാസ്സിൽ ആദ്യം പുസ്തകം കിട്ടിയതിൻ്റെ ആ നൊസ്റ്റാൾജിക് ഫീലിങ്ങോടുകൂടി അത് വായിക്കുമ്പോൾ ഒരു ഹരമാണ്. എൻ്റെ തലമുറക്ക് അതാണ് ഇപ്പോഴും ഹരം. ആ തൃഷ്ണ, ആ കൊതി വായനക്കാരിൽ നിലനിർത്താൻ അണിയറയിൽ പണിയെടുക്കുന്നവർ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് മറ്റു 2 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ സ്വാതന്ത്ര്യത്തിന്റെ ശേഷം എന്താണ് എന്ന് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പതിപ്പ് നമ്മുടെ കൈകളിൽ എത്തുകയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. 4-ാമത്തെ കാര്യം, പുതിയ തലമുറയിലെ വായനക്കാരെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് വിപുലമായ ഡിജിറ്റൽ എഡിഷനിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ കൂടി പ്രഖ്യാപനമാണിത്. ആ നിലയ്ക്കെല്ലാം ഈ 75-ാം വാർഷികം ശ്ലാഘനീയമായ ഒരു സംരംഭമാണ് എന്ന് ഞാൻ പറയും. പ്രബോധനം യഥാർത്ഥത്തിൽ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, നേടിയെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് പ്രബോധനം അവരുടെ മദ്രസയായിരുന്നു, ഇസ്ലാമിക പാഠശാലയായിരുന്നു.
ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ നേടിയെടുത്ത പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയെടുത്ത അറിവിന് ദിശാബോധം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന അവരുടെ വഴികാട്ടിയായിരുന്നു പ്രബോധനം. അതുകൊണ്ട് ദീനീ വിദ്യാഭ്യാസം നേടിയെടുത്തവരും അത് വായിച്ചിട്ടുണ്ട്, അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ദീനീ വിദ്യാഭ്യാസം നേടിയെടുക്കാത്തവരും വായിച്ചിട്ടുണ്ട്, അവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. 41 വർഷമെടുത്താണ് തഫ്ഹീമുൽ ഖുർആൻ പ്രബോധനത്തിൽ പ്രസിദ്ധീകരിച്ചത്. 41 വർഷമെടുത്തു. 57 ആരംഭിച്ച് 1998 അത് അവസാനിച്ചത്. പ്രബോധനം പുസ്തകമായതിനു ശേഷം അതിൻ്റെ നടുവിലത്തെ 4 പേജോ 6 പേജോ അതിനായി നീക്കിവെക്കും. അന്ന് തന്നെ ആ പിന്നഴിച്ച് അത് സമാഹരിച്ചു വെച്ച ആളുകളുണ്ട്. ആ പേജുകൾ പുറമേ അലക്ഷ്യമായി കൈകാര്യം ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച ആളുകളുണ്ട്. കാരണം അതിൽ ഖുർആൻ അച്ചടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ 25 വർഷമായി ബഹുമാന്യനായ ടി.കെ. ഉബൈസ് സാഹിബിന്റെ ഖുർആൻ ബോധനം അതിൽ നടന്നു വരുന്നു. 25 വർഷമായി. സൂറത്തു ദാരിയാത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരാഴ്ച എന്തുകൊണ്ടോ അച്ചടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരുന്നു ഏതോ ഒരു സമയത്ത്. ഞാനന്ന് ഹൽക്ക അമീറാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു. ഒരു പണ്ഡിതനാണ്, ഇമാമാണ്, നല്ല സുന്നി പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1/2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പ്രബോധനത്തിന്റെ കോപ്പി കിട്ടാൻ വേണ്ടി ശ്രമിച്ചത്. അത് ന്യൂസ് സ്റ്റാൻഡിൽ പോയി വാങ്ങി തിരിച്ചു വരുമ്പോൾ ഞാനത് തുറന്നു നോക്കി. അതിൽ ഖുർആൻ ബോധനമില്ല. ഖുർആൻ ബോധനത്തിനാണ് ഞാനത് വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുവാൻ ആരോഗ്യവും ആയുസ്സും ടി.കെ. ഉബൈസ് സാഹിബിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര ഹദീസുകളാണ് സാധാരണക്കാരായ ആളുകള് പ്രബോധനത്തിൽ വരുന്നത് മനഃപ്പാഠമാക്കി വെച്ചത്. എത്ര ഹദീസുകളാണ് ആളുകളുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളെയും മാനേഴ്സിനെയും നിയന്ത്രിച്ചത്. എത്ര ആളുകളാണ് ഈ ഹദീസുകൾ പ്രത്യേകമായി മാറ്റിവെച്ച് ബൈൻഡ് ചെയ്തു വെച്ചത്. ഫിഖഹിനും നമ്മൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സയ്യിദ് സാബിഖിന്റെ ഫിഖ്ഹു സുന്നയാണ് അവതരിപ്പിച്ചത്. അതും ഏതാണ്ട് 40 കൊല്ലമെടുത്തു. അത് വളരെ കൗതുകത്തോടുകൂടി വായിച്ചിരുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയുന്നു, പ്രബോധനം വായനക്കാരിൽ കർമ്മശാസ്ത്രപരമായ കുടുസായ ചിന്താഗതി നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. പ്രബോധനം വായനക്കാർ കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പെട്ട് കിടന്നുഴലുന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് പ്രബോധനത്തിന്റെ അപ്രോച്ചാണ്. ആ അപ്രോച്ചിന് സഹായകമായിട്ടുള്ള ഒരു ഫിഖ്ഹ് ഗ്രന്ഥമാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രബോധനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇസ്ലാമിക ചരിത്ര സംഗ്രഹം സർവത്ത് സൗലത്തിന്റെ, അത് മലയാളക്കാർക്ക് പരിചയപ്പെട്ടതും മലയാളക്കാർ ആദ്യമായത് വായിച്ചു തീർത്തതും പ്രബോധനത്തിലൂടെയാണ്. മലബാർ കലാപത്തെ സംബന്ധിച്ചുള്ള പഠന അർഹമായിട്ടുള്ള ലേഖനങ്ങൾ ഖണ്ഡശിയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, ചരിത്രം തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിന്റെ മൗലികമായ വിജ്ഞാന ശാഖകളുണ്ടല്ലോ,
അതിൻ്റെ എല്ലാം ഒരു മദ്രസയായിരുന്നു പ്രബോധനം എന്ന് പറയുന്നത്. ഒരു 20 മാസം മുടങ്ങി 1975 ജൂലൈ മുതൽ 1977 മാർച്ച് വരെ. ഏപ്രിൽ വീണ്ടും തുടങ്ങി. അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു ജമാഅത്തുകാരൻ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറാൻ വയ്യ. പള്ളി കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് ജുമയ്ക്ക് ശേഷം വിൽക്കുകയാണ് ബോധനം. അപ്പൊ ഒരാൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ സാഹിബേ ബോധനം എന്ന്. അപ്പൊ വേറെ ആള് പറഞ്ഞു, ആചാര്യ നിങ്ങൾക്കറിയില്ലേ ഇവരുടെ ജയിലിലാണ്. ജയിലിൽ പോയ 2 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 1975 രണ്ടാമത്തത് 1992. പക്ഷെ ഈ 2 നിരോധനങ്ങളെയും അതിജീവിച്ചതിന് ശേഷവും ഇസ്ലാം സിന്ദ ഹോത്താ ഹൈ ഹർ കർബലെ കെ ബാദ് എന്ന് പറഞ്ഞതുപോലെ വീണ്ടും പ്രബോധനം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. 1-2 പ്രാവശ്യമെങ്കിലും നിരോധിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ പത്രപ്രവർത്തനത്തിന് എന്തർത്ഥം എന്ന് കൂട്ടിൽ സാഹിബ് സ്വാഗത ഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രബോധനം ഉപയോഗിച്ച ഭാഷയെ സംബന്ധിച്ച് ബഹുമാന്യനായ മുജീബ് സാഹിബ് ഹൽക്ക അമീർ ഇവിടെ പറഞ്ഞു. എനിക്ക് നീട്ടിപ്പറയാൻ സമയമില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്ന പത്രമാണ് പ്രബോധനം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന വാക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിന് ശേഷം 15-ാം നൂറ്റാണ്ടിലും തുടർന്നുമുണ്ടായിട്ടുള്ള ശാസ്ത്രീയ പുരോഗതിയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള മാറ്റങ്ങളെയുമാണ് നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ ഉദ്ദേശിക്കുക. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ഭാരതീയ സമൂഹത്തിലുള്ള അനാചാരങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ് നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജാറാം മോഹൻ റായ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മുന്നേറ്റം. എന്നാൽ കടുത്ത ജാതീയതക്കെതിരായിട്ട്, അസ്പൃശ്യതക്കെതിരായിട്ട്, തൊട്ടുകൂടായ്മക്കെതിരായിട്ട് നടന്നിട്ടുള്ള വിപ്ലവാത്മകമായ മുന്നേറ്റത്തെയാണ് കേരളത്തിൽ നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കും 2 അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തേത് ഇസ്ലാഹ് എന്ന അർത്ഥത്തിലാണ്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്. ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സംസ്കരണ പ്രവർത്തനമാണ്. അത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ രക്ഷിച്ചെടുത്ത് ഇസ്ലാമിനെ അതിൻ്റെ ആദികാല വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ്. ആ ശ്രമം അറബ് ഉപഭൂഖണ്ഡത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. പിന്നീടത് ഈജിപ്തിലെത്തുന്നുണ്ട് 19-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ അറബ് നാടുകളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നും വന്നിട്ടുള്ള നവോത്ഥാന സംരംഭം അത് ഇസ്ലാഹി സംരംഭമാണ്. ആ ഇസ്ലാഹി സംരംഭത്തെ പ്രബോധനം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള നീക്കങ്ങൾ പ്രബോധനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ പ്രബോധനം അതിന് അതിൻ്റെതായ ഒരു ശൈലി സ്വീകരിച്ചിട്ടുണ്ട്.
വ്യത്യസ്ത കർമ്മശാസ്ത്ര രീതികളുണ്ട്. ആ കർമ്മശാസ്ത്ര രീതികളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിച്ചെടുക്കുന്ന പണിക്ക് നമ്മൾ ഇസ്ലാം എന്ന പേര് പറഞ്ഞിട്ടില്ല, ഇസ്ലാഹ് എന്ന പേര് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്ര രീതിയിൽ നിന്ന് മറ്റൊരു കർമ്മശാസ്ത്ര രീതിയിലേക്ക് മാറുന്നതിനെ നമ്മൾ ഇസ്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അന്ധവിശ്വാസത്തെയും ശിർക്കിന്റെ അംശങ്ങളുള്ള ആചാരങ്ങളെ എതിർക്കുന്നതിനെയാണ്, അതില്ലായ്മ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇസ്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ മൂലസ്രോതസ്സുകളിൽ ഒരു അടിത്തറയുമില്ലാത്ത അനാചാരങ്ങളെ കുറിച്ച്, അവയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇസ്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇസ്ലാഹ് ഏറ്റവും ശാന്തമായും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന വിധത്തിലും ചെയ്യണമെന്ന് പ്രബോധനത്തിന് നിർബന്ധമുണ്ടായിരുന്നു. രണ്ടാമത്തെ ആശയം തജ്ദീദ് എന്ന ആശയമാണ്. അതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. തജ്ദീദ് എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരാശയമാണ്. ആ ആശയം പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് അടിത്തറ കണ്ടെത്താൻ കഴിയുന്ന ആശയമാണ്. മൻ യുജദ്ദിദു ലഹാ ദീനഹാ എന്ന് പറയുന്ന ഹദീസിൽ നമുക്കത് വായിക്കാൻ കഴിയും. കാലഘട്ടത്തിന്റെ ഭാഷയിലേക്ക് ഇസ്ലാമിക ആശയങ്ങളെ പരാവർത്തനം ചെയ്യുക എന്നതാണ് ഒരാശയം. രണ്ടാമത്തെ ആശയം കാലഘട്ടത്തിലെ ചിന്താഗതികളെ അഭിമുഖീകരിക്കാനുള്ള പ്രാപ്തി ഇസ്ലാമിക ആശയങ്ങൾക്ക് നൽകുക, അതിനുള്ള ഭാഷ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ആശയം കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ്. ഈ നവോത്ഥാനമാണ് നമ്മൾ ഹസൻ അൽ ബന്നയിൽ കാണുന്നത്. ഈ നവോത്ഥാനമാണ് സയ്യിദ് ഖുത്ബിൽ കാണുന്നത്. ഈ നവോത്ഥാനത്തിനാണ് സയ്യിദ് അബുൽ അഅ്ല മൗദൂദി നേതൃത്വം നൽകിയത്. ആ ഇസ്ലാഹിന്റെ ധാരയും ഈ തജ്ദീദിന്റെ ധാരയും ഒന്നു ചേർന്നുകൊണ്ട് പ്രബോധനത്തെ സമ്പുഷ്ടമാക്കുകയാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ അഭിമുഖീകരിക്കുന്ന രീതിയും പ്രസന്റ് ചെയ്യുന്ന ശൈലിയും ആളുകളോട് സംസാരിക്കേണ്ട ഭാഷയും നമുക്ക് ഇനിയും മാറേണ്ടതുണ്ട്. സയ്യിദ് അബുൽ അഅ്ല മൗദൂദി പറഞ്ഞതുപോലെ എത്ര നടന്നു കഴിഞ്ഞു എന്നുള്ളതല്ല, ഇനിയും എത്ര മുന്നോട്ട് നടക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയമാറേണ്ടത്. അതിനുള്ള പ്രചോദനമാകട്ടെ ഈ 75ാം വാർഷികം എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.